എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ ഈ 21-ാം തീയതി തിയേറ്ററിൽ റിലീസായി. നല്ല പ്രേക്ഷക പിന്തുണയോട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരുപാട് കുടുംബങ്ങളും സ്ത്രീകളും എല്ലാവരും തിയേറ്ററിലേക്ക് എത്തി, കുട്ടികളും ഒക്കെ തിയേറ്ററിലേക്ക് എത്തി നമ്മുടെ സിനിമ കണ്ട് ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസുകൾ നമുക്ക് വരുന്നു. നമ്മൾ തിയേറ്റർ വിസിറ്റും കാര്യങ്ങളിലും പോകുമ്പോൾ എല്ലാവരുടെയും സ്നേഹം അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഈ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിന്റെ ആക്കം ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ഈ സന്ദേശം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക, കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാനായിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ നിങ്ങളോട് മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സിനിമയുടെ വിശേഷങ്ങൾ ഇപ്പോൾ റിലീസായതിന്റെ പ്രതികരണം. എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. പറഞ്ഞതുപോലെ ഫെബ്രുവരി 21 റിലീസായി ഗെറ്റ്സ് ഇറ്റ് ബേബി. നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിലും കിട്ടുന്നത്. കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സും ഒക്കെ പോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു. സ്ത്രീകൾ പറയുന്ന കുട്ടികൾക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെയും കൂടി സപ്പോർട്ട് വേണം. അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. സിനിമ ഈ 21-ാം തീയതി റിലീസാകാനായിട്ട് ഫാന്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈബി രാജേഷ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വീണയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജീവിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് തോന്നുന്നു എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഇസ് ദ റീസൺ ചൂസിങ് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ടു റെഡ് ദാറ്റ് ഒരു കുട്ടി അമ്മയോട് ചോദിക്കേണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മിൻ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നില്ലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സംതിങ് എന്താ പറയുക എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേപ്പടിയാൻ, നാളകപ്പുറം, ഷഫീഖിന്റെ സന്തോഷം, ഈ ജയ് ഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തു, സജീവിന് ഫീൽ ചെയ്തു, അതിവിടെ എനിക്കില്ല പിന്നെ എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളും ഈ ഒരു സിനിമയുടെ വലിപ്പം ബഡ്ജറ്റിലല്ല ഐഡിയയിലാണ്, കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത്. ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് ഇറ്റ് ബേബിയിലൂടെയാണ് നമ്മൾ പങ്കുവെച്ചിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ദിസ് ദ ഹോൾ ഐഡിയ. ഫീഡ്ബാക്കും ഗംഭീരമാണ്. ഇനിയും സിനിമ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം. ഞാൻ സുഖം നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു.
ഒരുപാട് പടങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളെപ്പോലെ അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നിവിടെ ഇരുന്നിരുന്നത് സന്തോഷം തോന്നുന്നത്. അതിലുപരിയായിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടം കുഞ്ഞിൻ്റെ കൂടെ ചേർന്ന് ചെയ്തതിൽ വളരെയധികം സന്തോഷമാണ്. ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട്. ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞതിന് ആടിയെന്ന് പറയുകയാണ്, അച്ഛൻ, അമ്മ, കുടുംബം, ഈ വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം. മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയായി ഗെറ്റ് സെറ്റ് ബേബി അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഇനിയിപ്പം Q&A ആണ്. Q&A മുന്നേ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, ലെറ്റ്സ് കീപ് ദ ക്വസ്റ്റ്യൻസ് പ്രിസൈസ്ലി ടു ദ മൂവി. കുറേ കാര്യം ഡിസ്കസ് ചെയ്യാണ്ടാവും, അത് മേ ബി ഇൻ ഫ്യൂച്ചർ വിൽ ഡിസ്കസ്. ജസ്റ്റ് കീപ് ദ ക്വസ്റ്റ്യൻസ് ടു ദ മൂവി. നിങ്ങൾ ആരാ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അത് പാസ് ആണ്. ഹായ് സർ, ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ളൊരു സിനിമയിലേക്ക്